ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പഴുത്ത മാങ്ങ വെച്ച് കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഡെസേർട്ട് റെഡിയാക്കാം. ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമ്മളിത് ഉണ്ടാക്കും. അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിതിനായിട്ട് ഇവിടെ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ നല്ല മധുരമുള്ളത് എടുക്കണം, അപ്പോഴാണ് ഡെസേർട്ടിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിത് നന്നായി തന്നെ വാഷ് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്കിത് തൊലി കളഞ്ഞ ശേഷം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. രണ്ട് മാങ്ങയെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 മാങ്ങയെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഹാഫ് പോർഷൻ എടുത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഹാഫ് പോർഷൻ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്കിന് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം മാങ്ങയും കണ്ടൻസ് മിൽക്കും കൂടെ നന്നായി തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലോട്ട് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നമുക്ക് പശുവിൻ പാലിലും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മാങ്ങയുടെ പേസ്റ്റെല്ലാം തേങ്ങാപ്പാലിൽ നന്നായി തന്നെ ഒന്ന് മിക്സായി വരണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാലൻസുള്ള കട്ട് ചെയ്ത് വെച്ച മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പീസസും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പീസസും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബദാമോ കാഷ്യൂനട്ടോ പിസ്ത ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 2 മണിക്കൂർ ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംഗോ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.